നമസ്കാരം. കേരളവയുടെ ഇന്നത്തെ അതിഥി യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നന്ദൻ കുറ്റിക്കാട്. ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങളെ കുറിച്ചുള്ള ചർച്ച, സന്തോഷകരമായ ഒരു പാരസ്പര്യം, ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന കാലത്ത് ഈ വായിച്ച കാര്യങ്ങളെ ഒന്ന് അടുക്കി പെറുക്കിയാൽ വായനയിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത് സാഹിത്യമാണോ? സാഹിത്യത്തിൽ തന്നെ നോവലാണോ, ചെറുകഥയാണോ, കവിതയാണോ, അല്ലെങ്കിൽ ഫിലോസഫിയാണോ, ചരിത്ര പുസ്തകങ്ങളാണോ? അങ്ങനെ ഓരോ അടരുകളായി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? സാഹിത്യത്തിലായിരുന്നു താല്പര്യം. അപ്പോൾ സാഹിത്യത്തിൽ നോവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് മലയാള നോവലുകൾ സി വി രാമൻപിള്ളയുടെ ഒക്കെ തൊട്ട് തുടങ്ങുന്ന ആ നോവലുകളുടെ കാലം. പിന്നെ ഇപ്പോൾ വരുന്ന തകഴിയും മറ്റേ കേശവദേവും MT അങ്ങനെ വരുന്ന OV വിജയനൊക്കെ അടങ്ങുന്ന സാഹിത്യം, ഇപ്പോൾ നോവൽ സാഹിത്യം, അത് അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ കവിതകൾ, ആധുനിക കവിതകൾ ഒക്കെ തന്നെ നമ്മളെ നമ്മളെ കൂടുതൽ താല്പര്യം ഉണ്ടാക്കി. അങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോഴാണ്, ഈ സാഹിത്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ സാഹിത്യത്തിലെ ഓരോ ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം, അതോടൊപ്പം തന്നെ ആ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള തത്വചിന്ത, അതുപോലെ തന്നെ ആ പുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള മനഃശാസ്ത്രം, ഇത് ഒരു സാഹിത്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഇവർ കവിത തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീണപൂവ്, ഇപ്പോൾ കുമാരനാശാന്റെ വീണപൂവ് എന്ന് പറഞ്ഞ കവിത തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു പൂവ് ഒരു രാജ്ഞിയെപ്പോലെ അതിന് വിരിഞ്ഞു നിൽക്കുന്ന ആ പൂവിൻ്റെ അവസാനം നശിച്ചു പോകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണത്. അതോടൊപ്പം തന്നെ ഒരു മനഃശാസ്ത്രവും അതിലടങ്ങിയിട്ടുണ്ട് ആ ഒരു കവിതയിൽ. അതിൽ എസ്തെറ്റിക്, സൗന്ദര്യശാസ്ത്രം ഉണ്ട് അതിൽ. അപ്പോൾ ആ ഒരു കവിത നമ്മൾ കീറി പരിശോധിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത് ഒരു തത്വചിന്തയിലേക്ക്. എനിക്ക് കുമാരനാശാനെയൊക്കെ സ്വാധീനിച്ചത് വേദാന്തമൊക്കെയാണ്. അപ്പോൾ ആ വേദാന്ത ദർശനങ്ങളിലേക്ക് നമ്മൾ അറിയാതെ പോകും. അതുപോലെ തന്നെ അതിൽ പറയുന്ന മറ്റേ ഒരു വൈദികൻ, ഓടിപ്പോകുന്ന വൈദികൻ പോലും ഈ പൂവിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം നിന്നിട്ടേ പോവുള്ളൂ എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ മനഃശാസ്ത്രപരമായ ഒരു തലം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു എസ്തെറ്റിക് സെൻസ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു കവിതയിലൂടെ, ഒരു കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ആഴത്തിലേക്ക് ചെല്ലും. അതായത് അത് ഒരു സാഹിത്യം ഗൗരവമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എപ്പോഴും അതിൻ്റെ പെരിഫറലായ, അതിൻ്റെ ബാഹ്യമായ തലത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുക. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കാൻ, എന്താണ് എസ്തെറ്റിക്സ്, അപ്പൊ നമ്മൾ എന്താണ് എസ്തെറ്റിക്സ് മനസ്സിലാക്കണം, എന്താണ് സൗന്ദര്യശാസ്ത്രം, അത് എവിടെ നിന്ന് തുടങ്ങി, ലോഞ്ചിനസും. അപ്പൊ അങ്ങനെയുള്ള ഈ എസ്തെറ്റിക്സ്, സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ മനഃശാസ്ത്രം. ഇപ്പൊ എന്താണ് മറ്റേ ആ വൈദികൻ പോലും സുന്ദരമായ പൂവിനെ നോക്കി നിൽക്കുന്നു പറയുമ്പോൾ സെക്സ്, അതിന്റെ അബോധപരമായ ഒരു സെക്സ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള ഫ്രോയിഡിയൻ തിയറി. അപ്പൊ അങ്ങനെ നമ്മൾ മനഃശാസ്ത്രത്തിലേക്ക് കടന്നു പോവാണ്. അപ്പൊ തത്വചിന്ത, മനഃശാസ്ത്രം എല്ലാം തന്നെ ഒരു സാഹിത്യ കൃതി വായിക്കുമ്പോൾ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഗൗരവമായിട്ട് സാഹിത്യം പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് പലപ്പോഴും അതിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ സാഹിത്യം എന്ന് മാത്രം പറയുന്നത് മാത്രമല്ല, ഈ ഒരാള് സാഹിത്യകൃതി വായിക്കുമ്പോൾ അവൻ അറിയാതെ കടന്നു പോകുന്നത് ചരിത്രത്തിലൂടെയും അതുപോലെ തത്വചിന്തയിലേക്കും അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്രത്തിലേക്കും ഒക്കെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു വായനക്കാരൻ കടന്നു പോകുന്നത്. അങ്ങനെയാണ്. OV വിജയനെ കൂടാതെ അക്കാലത്തെ വായനയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ ഒരാളാണ് കാക്കനാട്. കാക്കനാടൻ്റെ കൃതികളിൽ ഉള്ള അതിൻ്റെ ഒരു ഉഷ്ണമേഖലാ സ്വഭാവം, ലൈംഗികതയും വിപ്ലവവും ഒരേ സമയം ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയായിരുന്നത്. ആ കൃതികളെ നിങ്ങളൊക്കെ സമീപിച്ചത് ഏത് രീതിയിലാണ്? അദ്ദേഹത്തിൻ്റെ ഒരു സ്പെസിഫിക്കായ കൃതികളെ കുറിച്ച് പറയാൻ പറ്റുമോ? കാക്കനാടൻ്റെ കഥകളിലെ ഉഷ്ണമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഒളിവിലെ ജീവിതങ്ങളും അന്നുണ്ടായിരുന്ന
മനുഷ്യൻ്റെ ചില ലൈംഗിക കാമനകളും, പ്രത്യേകിച്ച് അന്ന് കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും ഈ ലൈംഗികത പറ്റിയൊരു ഒരു അവജ്ഞയോടുകൂടി കാണുന്നൊരു ഇതായിരുന്നു. ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു സന്യാസിയായിരിക്കണം എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ഈ കാക്കനാടനൊക്കെ പലപ്പോഴും മനുഷ്യൻ്റെ ഇൻസ്റ്റിങ്ക്റ്റാണ്, ജന്മവാസനയാണ് ലൈംഗികത. അപ്പോൾ അതും ഈ ജീവിതവും തമ്മിൽ വേറിട്ട് കാണാൻ പറ്റില്ല. മറ്റേ മനഃശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ മോസ്റ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് സെക്സ് ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ആ കഥകളിൽ അദ്ദേഹം ഈ രാഷ്ട്രീയവും ഈ സെക്സും കഥകളിൽ കലർത്തിയിരുന്നു. അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള കഥകളായിരുന്നില്ല. കാരണം മനുഷ്യൻ്റെ ജീവിതത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് ലൈംഗികതയും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കഥകളാണ് കാക്കനാടൻ എഴുതിയിരുന്നത്. അപ്പോൾ കാക്കനാടൻ്റെ കഥകൾ അന്ന് കാലത്തെ ചെറുപ്പക്കാരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അത് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആ കഥകൾ. ഒരു വേറിട്ട രീതിയിൽ കാര്യങ്ങൾ കാണാനും അത് യുവാക്കളിൽ ഒരു ചിന്ത ഉളവാക്കാനും ഒക്കെ ആയിട്ട് ആ കഥകൾ സഹായിച്ചിരുന്നു. നിങ്ങളെയൊക്കെ ഏറ്റവും നന്നായി സ്വാധീനിച്ച കാക്കനാടൻ കൃതി ഏതായിരുന്നു? ഉഷ്ണമേഖല ഉണ്ടായിരുന്നു. പിന്നെ അന്ന് കാലത്ത് പറങ്കിമല, അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ. പിന്നെ ഏതാണ് അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് കഥകളൊക്കെ അന്ന് കാലത്ത് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. തകഴിയുടെയും കാക്കനാടൻ്റെയും ഒ.വി. വിജയൻ്റെയും എം.ടിയുടെയൊക്കെ വായനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഇതൊക്കെ 50കളിലെയും 60കളിലെയും ഒക്കെ രചനകളാണ്. അത് 80കളിൽ നിങ്ങൾ നന്നായി വായിച്ചിരുന്നു. അപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കി നിങ്ങൾ കണ്ടെത്തുന്ന ഓരോരുത്തരുടെയും മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കൃതികളുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും നിങ്ങൾക്ക് ഏറ്റവും രസനീയമായും ചർച്ച ചെയ്യാൻ തോന്നിയിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് ഒന്ന് നിങ്ങളുടെ ആ കാലത്തെ ചർച്ചകളൊന്ന് ഷെയർ ചെയ്യാം. അന്ന് കാലത്ത് അതിന് പ്രത്യേക പല തരത്തിലുള്ള എഴുത്തുകാരെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശ എഴുത്തുകാർ. ഇപ്പോൾ ഡോസ്റ്റോവസ്കിയുടെ കഥകൾ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ കരമസോ സഹോദരന്മാർ. ഞാൻ ഉന്നയിച്ചത് മലയാളത്തിലെ നിങ്ങൾക്ക് മുമ്പുള്ള എഴുത്തുകാരുണ്ടല്ലോ, അവരുടെ കൃതികളെ നിങ്ങൾ സമീപിച്ച രീതിയാണ് ചോദിച്ചത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എം.ടി. വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായരാണ് അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിച്ചത്. പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് തലത്തിലൂടെ ഒന്ന് സ്വകാര്യവൽക്കരിച്ച ദുഃഖങ്ങളാണല്ലോ എം.ടിയുടെ കഥകൾ പലപ്പോഴും. അപ്പോൾ പലപ്പോഴും എം.ടിയുടെ കഥകൾ അന്ന് നമ്മളെ പലപ്പോഴും സ്പർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 18കാരനെയൊക്കെ ഏറ്റവും അധികം സ്പർശിക്കുന്ന കഥകളാണ് എം.ടിയുടെ കാലമൊക്കെ തന്നെ. 18കാരൻ്റെ മനസ്സ് ആരറിയാമെന്ന് കാലത്തിൽ എം.ടി എഴുതിയിട്ടുണ്ട്. ആ 18കാരൻ്റെ മനസ്സെപ്പോഴും പലപ്പോഴും എം.ടിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്നത്തെ യുവാക്കളുടെ ആ അന്തരംഗം എന്താണെന്നും അവരുടെ വികാര വിചാരങ്ങൾ എന്താണെന്നും പ്രത്യേകിച്ച് മറ്റൊരു എഴുത്തുകാരനേക്കാളും ഭംഗിയായിട്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എം.ടിക്കാണ്. അതുകൊണ്ടാണ് എം.ടിക്ക് വളരെ പോപ്പുലാരിറ്റി ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ തകഴിയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള കഥകളായിരുന്നു തകഴിയും കേശവദേവും ഉറൂബൊക്കെ തന്നെ എഴുതിയിരുന്നത്. അപ്പോൾ എം.ടിയിലേക്ക് വന്നപ്പോൾ അത് മാറി. അത് സ്വകാര്യവൽക്കരിച്ച ദുഃഖത്തിൻ്റെ ഒക്കെ കഥകളായിട്ടാണ് മാറുന്നത്. മറ്റ് സാമൂഹ്യമായ പ്രശ്നങ്ങളാണ്, സമൂഹ പ്രശ്നങ്ങളാണ് അവർ തങ്ങളുടെ പ്രശ്നങ്ങളാക്കി മാറ്റിയത്. ഇത് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് മുഖ്യ പ്രമേയമായിട്ട് ഉണ്ടായിരുന്നത്. അവന് മറ്റേ എം.ടിയുടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുറേ കൂടി ശക്തമായി മുകുന്ദനും നമ്മുടെ ഒ.വി. വിജയനും കാക്കനാടനൊക്കെ ഏറ്റെടുക്കാനുണ്ടായത്. അവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വ ദുഃഖം, മനുഷ്യൻ്റെ ഒറ്റപ്പെടൽ, അത് വളരെ തീവ്രമായ രീതിയിൽ അവർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അന്ന് കാലത്ത് കാര്യം അന്ന് കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കാരണം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് മറ്റ് ഫ്രാൻസിലും മറ്റു രാജ്യങ്ങളിലാണ് യുവാക്കളിൽ ഏറ്റവും മോഹഭംഗം ഉണ്ടായിരുന്ന ആ കാലം.
അവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. മറ്റേ ആൽബർട്ട് ക്യാമുവിൻ്റെ ഔട്ട്സൈഡറിലൊക്കെ തന്നെ അമ്മ മരിച്ചു ഇന്നോ ഇന്നലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പി വരുന്നതും നിർവികാരനായ ഒരു യുവാവിൻ്റെ മാനസിക വ്യാപാരങ്ങൾ ആവിഷ്കരിക്കുന്നതാണല്ലോ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞാൽ അന്യൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത്രയ്ക്കൊരു അന്യതാബോധം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കടം കൊണ്ട ഒരു അസ്തിത്വ ദുഃഖത്തിൻ്റെയൊക്കെ ആയിരുന്നു അവരിലൊക്കെ പ്രകടമായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട് നോവൽ രംഗത്ത്. അപ്പോൾ അത് തന്നെയാണ് അതിലുണ്ടായ പ്രതിധ്വനികൾ കവിതയിലും ഉണ്ടായിട്ടുണ്ട്. കവിതയിൽ മറ്റേ ആ ഒരു റൊമാൻറ്റിക് മറ്റേ ഇങ്ങേരുടെ വയലാറിൻ്റെയും ചങ്ങമ്പുഴയുടെയൊക്കെ തന്നെ ആ ഇതിൽ നിന്ന് പിടിയിൽ നിന്ന് പെട്ടെന്ന് മാറുകയാണ് ആധുനിക കവിത. അതുകൊണ്ടാണ് ആധുനിക കവിത ഇവിടെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ കഴിയാതെ പോയത്. കാരണം അതിനൊരു പതുക്കെ ആയിട്ടുള്ളൊരു വളർച്ചയല്ല ഇവിടെ ഉണ്ടായത്, പെട്ടെന്നായിരുന്നു ആധുനിക കവിത ഉണ്ടായത്. അതുകൊണ്ട് സാധാരണക്കാരന് ആ ആധുനിക കവിത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവാൻ കാരണം അതാണ്. കാരണം ഇംഗ്ലീഷിൽ T.S. എലിയറ്റിൻ്റെ കവിതകൾ, ആധുനിക കവിതകൾ, എസ്രാ പൗണ്ടിൻ്റെ ഒക്കെ ആധുനിക കവിതകൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എനിക്ക് കുമാരനാശാൻ്റെയും അങ്ങനെ റൊമാൻറ്റിക് ന്യൂ ക്ലാസിക് കവിതകളാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് അവിടുത്തെ ജീവിതവും സാമൂഹിക ചുറ്റുപാടും മാറിയിരുന്നു. കാരണം സമൂഹത്തിൻ്റെ മാറ്റമാണല്ലോ കവിതകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുക. അതുകൊണ്ട് സമൂഹത്തിൻ്റെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ് മറ്റേ ടോൾസ്റ്റോയുടെ ഒക്കെ കഥകളെന്ന് ലെനിൻ പറയാറുണ്ട്. അപ്പോൾ ശരിയായ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. പക്ഷേ ഈ സമൂഹത്തിലുണ്ടായിരുന്ന യഥാർത്ഥമായ പ്രശ്നങ്ങളാണോ ഈ കാലത്ത് ഉണ്ടായിരുന്ന ആധുനിക കവിതയിലും കഥയിലും ചിത്രീകരിച്ചതെന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതാണത്. ഈ OV വിജയൻ്റെ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടല്ലോ, OV വിജയൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൽ സീരീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ. അത് നിങ്ങളുടെ തലമുറയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതിനെക്കുറിച്ച് അക്കാലത്ത് നിങ്ങൾ നടത്തിയ ചർച്ചകളും ഒന്ന് പറയാം. OV വിജയൻ്റെ ധർമ്മപുരാണം, പിന്നെ അദ്ദേഹം എഴുതിയ കഥകൾ, പിന്നെ അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ, പിന്നെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ, ഗുരുസാഗരം, അങ്ങനെയൊക്കെ അദ്ദേഹം എഴുതിയ നോവലുകളിലും കഥകളിലൊക്കെ തന്നെ പലപ്പോഴും ആത്മീയമായ വിഹുലതകൾ അതൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടുള്ള ആ മനുഷ്യൻ വരുന്ന അവന് നേരിടേണ്ടുന്ന സന്ത്രാസം, അല്ല ആങ്സൈറ്റി, ആംഗ്വിഷ്, അതൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന തൻ്റെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്നത് കൊണ്ട് അവൻ ഒറ്റപ്പെട്ടു പോവുകയും അവനെ തമസ്കരിക്കുകയും ചെയ്യുക. അവനുള്ള മറ്റേ ഖസാക്കിൽ രവി അങ്ങനെയാണല്ലോ. രവി അദ്ദേഹം റിസർച്ച് ചെയ്യാൻ പോലും തയ്യാറാവാതെ അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ ജീവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നൊരു ആളാണല്ലോ. ആരും അറിയപ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ രസകരമായി മറ്റേ ഇതിനൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ. അതായത് ശിവരാമൻ നായരുടെ പാടത്ത് നഗ്നയായിട്ട് മറയ്ക്കാതെ സ്ത്രീകൾ ഞാറ് നടുന്നുണ്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് രവി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ. അപ്പം അങ്ങനെ ഒരു സറ്റയർ, ഹാസ്യപരമായ കാര്യങ്ങളെ കാണുക. ഇതിലെന്താണുള്ളത്? അതൊന്നും വലിയ കാര്യമല്ല, അതിനപ്പുറത്ത് വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ രംഗങ്ങളിലൂടെ. അങ്ങനെ OV വിജയൻ വേറിട്ട് ചിന്തിച്ചിരുന്ന ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു എഴുത്തുകാരനായിരുന്നു അങ്ങേര്. അങ്ങനെ OV വിജയനെ വിമർശിച്ചുകൊണ്ട് NS മാധവൻ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഖസാക്കിലെ ആളുകൾക്ക് തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തിക വ്യവസ്ഥിതി ഖസാക്കിനുണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന അന്ന് കാലത്ത്. അതുപോലെ തന്നെ ബെൻഹർ വാടി എന്ന് പറഞ്ഞ നോവലിൻ്റെ ഒരു മോഷണമാണ് ഈ OV വിജയൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നത് തന്നെ പലപ്പോഴും ഈ OV വിജയൻ്റെ ചിന്തകൾ ഇവിടുത്തെ ആളുകളെ പിടിച്ച് കുലുക്കി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ NS മാധവനും മറ്റു പലരും OV വിജയനെതിരായിട്ടുള്ള
ഈ നിരൂപണങ്ങളിൽ കാണുന്നത്. ഒ വി വിജയനെ പറ്റിയുള്ള നിരൂപണത്തിൽ പ്രകടമാകുന്നത് ഈ ഒരു കാര്യമാണ്. ഈ ഒ വി വിജയൻ്റെ കൃതികളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ ധർമ്മപുരാണം. ആ. അതിനകത്തൊരു അഗാധമായൊരു പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ട്. ആ കൃതി നിങ്ങളുടെ കാലത്ത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു. മറ്റേ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിഷ്ഫലമായ അവസ്ഥ, അതിന് ഏകാധിപത്യത്തിൻ്റെ സ്വഭാവം, അതൊക്കെ തന്നെ ആണല്ലോ അതിൽ ആവിഷ്കരിക്കുന്നത്. പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൻ്റെ ചുറ്റുപാട് പലപ്പോഴും ഏകാധിപത്യത്തിൻ്റെ നിലയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇദ്ദേഹം റഷ്യയൊക്കെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ കാർട്ടൂണുകളും എഴുത്തിലൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെയുള്ള ഏകാധിപത്യത്തെ എന്നും നിശിതമായി വിമർശിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് ഏകാധിപത്യത്തെ വിമർശിക്കുന്ന ഒരു കഥയാണ്, അതിനെ വളരെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന കഥയാണ് ധർമ്മപുരാണം. അപ്പം അതിൽ അടങ്ങിയിരിക്കുന്നത് പലപ്പോഴും ഒരു സോഷ്യൽ സറ്റയർ ആണെന്ന് പറയാം. അത് ഏത് കാലത്തും പ്രസക്തമാണ്. ഇങ്ങനെ തൻ്റെ പൊങ്ങച്ചങ്ങളിൽ അഭിരമിക്കുന്ന ഭരണാധികാരി, അധികാരങ്ങളിൽ അഭിരമിക്കുന്ന ഭരണാധികാരി, ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഭരണാധികാരി, ആ ഭരണാധികാരി ഏത് കാലത്തുണ്ടാകുന്നോ അന്ന് ആ കാലങ്ങളിലൊക്കെ ഈ ധർമ്മപുരാണം പ്രസക്തമാണ്.